കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളോട് സർക്കാർ കാണിക്കുന്ന ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായി അനുവദിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി വിഹിതം സംസ്ഥാനത്തെ നിത്യച്ചെലവിനായി പിണറായി സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 14 മുതൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ പട്ടിണിയിലാകുമ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനാണ് സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പാവപ്പെട്ട തൊഴിലാളികളുടെ ചോരനീർ മാറ്റിവെച്ച തുകയിലാണ് സർക്കാർ കൈയിട്ട് വാരിയതെന്നാണ് വ്യക്തമാകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ 100% വേതനവും നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 2025 ഒക്ടോബർ മുതൽ ഇതിനായി ഏകദേശം 800 കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ തുക അർഹരായ തൊഴിലാളികളിൽ എത്തിക്കാതെ സംസ്ഥാന സർക്കാർ ട്രഷറിയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏകദേശം 800 കോടി രൂപയാണ് ഒക്ടോബർ മുതൽ വിവിധ ഘട്ടങ്ങളിലായി കേന്ദ്രം നൽകിയത്. ധനസ്ഥിതി മോശമായതോടെ തൊഴിലാളികളുടെ വേതനം മറ്റ് ആവശ്യങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചു. ജനരോഷം ഭയന്ന് ജനുവരിയിൽ മാത്രം 500 കോടി അനുവദിച്ചെങ്കിലും ബാക്കി 300 കോടിയും ജനുവരി 14 മുതലുള്ള പുതിയ തുകയും ഇനിയും നൽകാനുണ്ട്. ഓരോ പഞ്ചായത്തിലും ശരാശരി 1.40 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് കൂലി ഇനത്തിൽ കുടിശ്ശികയുള്ളത്. ഇതുകൂടാതെ മെറ്റീരിയൽ ഇനത്തിൽ കരാറുകാർക്ക് നൽകാനുള്ള 1 കോടിയോളം രൂപയും സർക്കാർ വകമാറ്റി. കേന്ദ്രം നൽകുന്ന കണക്കനുസരിച്ച് പണം കൃത്യമായി സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ടെങ്കിലും അത് വിതരണം ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കൊടുങ്കാര്യസ്ഥതയുടെ ഭാരം പാവപ്പെട്ട തൊഴിലാളികളുടെ ചുമലിൽ വെച്ചുകെട്ടുകയാണ് ഇടതു സർക്കാർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരുകൾ പണം തട്ടിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം. പദ്ധതി നേരിട്ട് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകുന്നതോടെ സംസ്ഥാനങ്ങളുടെ ഇത്തരം വെട്ടിപ്പുകൾ അവസാനിക്കും. എന്നാൽ പുതിയ പദ്ധതിയിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള കുടിശ്ശിക സംസ്ഥാന സർക്കാർ നൽകുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. തൊഴിലാളികളെ വഞ്ചിക്കുകയും കേന്ദ്രപ്പണം വകമാറ്റി ആഡംബരം ആഘോഷിക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകും. വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന BJPയുടെ വികസന രാഷ്ട്രീയത്തിന് മുൻപിൽ ഇടതുപക്ഷത്തിന്റെ ഈ കൊള്ളയടിക്കൽ രാഷ്ട്രീയം ഇനി അധിക നാൾ നിലനിൽക്കില്ല.